ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ന്യൂസിലാൻഡിനെ നേരിടാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇന്ത്യ. ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ മാറ്റമുണ്ടോ എന്നറിയാൻ ആകാംക്ഷയോടെ ആരാധകരും കാത്തിരിക്കുന്നു. തുടർ ജയങ്ങളുമായാണ് ഇന്ത്യ ഫൈനലിലേക്ക് എത്തിയത്. അതിനാൽ തന്നെ മാറ്റം വേണമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. എന്നാൽ ടീമിൽ ഒരു മാറ്റത്തിന് സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ബാറ്റിംഗിൽ കാര്യമായ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും ഓപ്പണർമാരായി തന്നെ ഇറങ്ങും. ശുഭ്മാൻ ഗിൽ ആദ്യ 2 കളികളിൽ തിളങ്ങിയെങ്കിലും ഓസ്ട്രേലിയയ്ക്കും ന്യൂസിലാൻഡിനുമെതിരായ അവസാന 2 മത്സരങ്ങളിലും ഫോമിലാകാൻ സാധിക്കാത്തത് ആശങ്കപ്പെടുത്തുന്നുമുണ്ട്. രോഹിത്തിൽ നിന്നും മികച്ചൊരു ഇന്നിംഗ്സ് ഇന്ത്യ ഫൈനലിൽ പ്രതീക്ഷിക്കുന്നു. 3-ാം നമ്പറിൽ ഇറങ്ങുന്ന വിരാട് കോഹ്ലി മിന്നും ഫോമിലാണ്. ഇത് ഇന്ത്യയ്ക്ക് ആശ്വാസം തന്നെ. ന്യൂസിലാൻഡിനെതിരെ നടന്ന കഴിഞ്ഞ മത്സരത്തിൽ പവർ പ്ലേയിൽ ഇന്ത്യൻ ബാറ്റിംഗ് നിര തകർന്ന് 30-3 വീണിരുന്നു. ശ്രേയസ് അയ്യറും അക്സർ പട്ടേലും ചേർന്നുള്ള 4-ാം വിക്കറ്റ് രക്ഷാപ്രവർത്തനമാണ് അന്ന് ഇന്ത്യയെ കരകയറ്റിയത്. ഈ സാഹചര്യത്തിൽ ശ്രേയസ് 4-ാം നമ്പറിൽ തുടരുമ്പോൾ അക്സർ 5-ാമനായി ക്രീസിലെത്തും. KL രാഹുലും ഹാർദിക് പാണ്ഡ്യയുമാകും തുടർന്നുള്ള സ്ഥാനങ്ങളിൽ സുരക്ഷിതരായുള്ളത്. ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയും പ്ലേയിങ് 11-ൽ സ്ഥാനം നിലനിർത്തും. എന്നാൽ ബൌളിംഗ് നിരയിൽ നേരിയ മാറ്റത്തിന് സാധ്യതയുണ്ട്. ബംഗ്ലാദേശിനെതിരെയും ഓസ്ട്രേലിയക്കെതിരെയും വിക്കറ്റ് വീഴ്ത്തുന്നതിൽ കുൽദീപ് യാദവ് പരാജയപ്പെട്ടിരുന്നു. കുൽദീപിന് പകരം ഒരു പേസറെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരുപക്ഷെ അർഷദീപ് സിംഗിനോ ഹർഷിത് റാണയ്ക്കോ അവസരം ലഭിച്ചേക്കും. അർഷദീപിന് ഇതുവരെയും പ്ലേയിങ് 11-ൽ സ്ഥാനം ലഭിച്ചിരുന്നില്ല. സ്പിന്നറായി വരുൺ ചക്രവർത്തിയും സ്പെഷ്യലിസ്റ്റ് പേസറായി മുഹമ്മദ് ഷമിയും പ്ലേയിങ് 11-ൽ തുടരും. സ്പോർട്സ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.